ധീരമായി മുന്നോട്ട് പോകുന്നു. നല്ല അച്ഛനാണല്ലോ. ഒരു സിസ്റ്ററിന് ധീരമായി മുന്നോട്ട് പോവാ, മറ്റേ സിസ്റ്ററിന് അത്ര തന്നെ ജലസിയും. ഞങ്ങള് 3 സിസ്റ്റേഴ്സാ. 3 സിസ്റ്റേഴ്സ്. മൂന്നാമത്തെ സിസ്റ്ററിന്റെ പേരെന്താ? ഷീല. ഷീല. അതങ്ങനെ സിമ്പിൾ ആയി പോയത്. ഓൾറൈറ്റ്. ഈ 1 കോടി രൂപ ഇൻ ഹാർഡ് ക്യാഷ് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യമാണത്. തീർച്ചയായും. ദിസ് മണി ഈസ് യോഴ്സ്. വന്നോളൂ. Our prize money is sponsored by Dhatri. Okay. നിങ്ങളുടെ കയ്യിൽ 1 കോടി. 1 കോടി. എന്റെ കയ്യിൽ 7 ചോദ്യങ്ങൾ. ഓക്കെ, 7 ചോദ്യങ്ങളും നിങ്ങൾ ഉത്തരം പറയുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഗെയിം പൊസിഷൻ. മത്സരം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. 1 കോടി രൂപ. ആദ്യത്തെ ചോദ്യം. Are you ready to play? Yes. Okay, let's play. വിവൽ, കയ്യിൽ 1 കോടി. Are you ready? So, categories for question number 1 are നടന്മാർ തൊട്ടിൽ. നടന്മാർ. Selected category. Answer options നോക്കാം. ഭരത് ഗോപി, പ്രേംജി, ബാലൻ കെ നായർ, ബാലചന്ദ്ര മേനോൻ. ചോദ്യം നോക്കാം. സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഇതാണ്. ഭരത് ഗോപി, പ്രേംജി, ബാലൻ കെ നായർ ആൻഡ് ബാലചന്ദ്ര മേനൻ. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കോ? സമയം ആരംഭിച്ചിരിക്കുന്നു. ആ, വെച്ചോളൂ. seconds remaining. സ്പീഡ് അങ്ങോട്ട് തരാൻ വെച്ചോ. വെക്കണ്ട. അടുത്ത അപ്പുറത്തേക്ക് വെച്ചോ. 30 സെക്കൻഡ് ബാക്കി. ചെയ്യണോ? അതേക്ക് എതിര് വെക്കണം. മതി മതി. ഫ്രൻസി ചേച്ചിയുടെ മുഖത്ത് ഇപ്പോഴും ഒരു എന്താ? ഭരത് ഗോപി ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. പ്രേംജി ആൻസർ ഓപ്ഷനിൽ നത്തിങ്. ബാലൻ കെ നായരിൽ 8 ലക്ഷം വെച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനനിൽ 92 lakhs. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ 1 and 6 അതിപ്പോഴും വേണോ വേണ്ടയോ? വേണ്ട. സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ഭരത് ഗോപിയിൽ ഒന്നുമില്ല, പ്രേംജിയിൽ ഒന്നുമില്ല, ബാലൻ കെ നായരിൽ 8 ലക്ഷം, ബാലചന്ദ്ര മേനനിൽ 92 lakhs 92 ലക്ഷം വെച്ചിരിക്കുന്നു. നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? $92 lakhs ഇപ്പോഴും കയ്യിലുണ്ട്. ഹസ്ബൻഡ്സ് എന്ത് ചെയ്യുന്നു രണ്ടുപേരുടെയും? എൻ്റെ ഹസ്ബൻഡ് ഈസ്റ്റേണിന്റെ ഏജൻസി നടത്തുക, മിനറൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. നിങ്ങളുടെ? ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ബോംബെയിൽ വർക്ക് ചെയ്യണം. ഓ, ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ബോംബെയിൽ ഇല്ല, പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. മക്കള്? ഒരു മോൻ. ഒരു മോൻ. UKG. ഓക്കെ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 2 കുട്ടികള്. 2 കുട്ടികള്. ഒരാള് 4th പഠിക്കുന്നു, ഒരാള് ആൺകുട്ടികളോ പെൺകുട്ടികളോ? ഒരാണ് ഒരു പെണ്ണ്. ചേച്ചിയുടെ കൂന്തൽ, മുടി, എല്ലാരും ഈ മുടി കണ്ടിട്ട് ജലസി തോന്നട്ടെ. ഓക്കെ, ഞാൻ നോക്കട്ടെ എത്ര ലെങ്ത് ഉണ്ട് നോക്കട്ടെ. വാവ്,
ദാറ്റ്സ് വെരി നൈസ്. എന്റെ പൊടിയുണ്ട് ഇത്ര ഷോർട്ടാ. സ്റ്റൈൽ അത്. ഓ ഇത് വളർന്നു കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഓൾറൈറ്റ്, ഗെയിം പൊസിഷന് മുൻപ് പ്രേക്ഷകർക്കായി വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ലഗാൻ, ഓപ്ഷൻ ബി 3 Idiots, ഓപ്ഷൻ സി കമ്പനി ആൻഡ് ഓപ്ഷൻ ഡി ദേവദാസ്. ചോദ്യം ഇതാണ്: മോഹൻലാൽ അഭിനയിച്ച പ്രശസ്ത ഹിന്ദി ചലച്ചിത്രം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ലഗാൻ, ഓപ്ഷൻ ബി 3 Idiots, ഓപ്ഷൻ സി കമ്പനി ആൻഡ് ഓപ്ഷൻ ഡി ദേവദാസ്. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കുന്ന നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ SMS അയക്കാനുള്ള സമയമുണ്ട്. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. SMS അയച്ചിട്ട് വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ്. ദി അഡ്രസ് ഇസ് www.sunnetwork.in/1crore. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ഭാഗം ആവാൻ പ്ലീസ് വാച്ച് ഓൾ ആർ എപ്പിസോഡ്സ്. മറക്കാതെ എല്ലാ എപ്പിസോഡും കാണുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മാത്രം നൽകുക. ഒരു പക്ഷേ ഇവിടെ വന്ന് 1 കോടി നേടുന്ന മത്സരാർത്ഥി നിങ്ങൾ ആവാം. റെഡിയാണോ? ഗെയിം പൊസിഷൻ നോക്കാം. ഓൾറൈറ്റ്, 92 lakhs in hand. രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്. നേരിടാൻ വെറും 6 ചോദ്യം മാത്രം ബാക്കി. Categories for question number 2 are രാഷ്ട്രീയം, സംഗീത സംവിധായകർ. ഏതെടുക്കണം? സെലക്ട് ചെയ്യാൻ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ സ്ട്രോങ് ആണോ? പേപ്പറൊക്കെ ഒരുപാട് വായിക്കാറുണ്ടോ? ന്യൂസ് കാണാറുണ്ടോ? രാഷ്ട്രീയമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആ EMS, PT ചാക്കോ, R ശങ്കർ, പട്ടം താണുപിള്ള. ചോദ്യം ഇതാണ്: കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഇതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻസ് EMS, PT ചാക്കോ, R ശങ്കർ ആൻഡ് പട്ടം താണുപിള്ള. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. Your time has begun. വെച്ചോളൂ. മാറ്റി വെക്കണോ? അതിനകത്ത് ഇതിനകത്ത് വെക്കണ്ടേ? ആവശ്യം അല്ലല്ലോ. 40 നിമിഷം ബാക്കി. Thirty seconds remaining. 20 seconds remaining. 10, 9. Time over. EMS എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. PT ചാക്കോയിൽ 86 ലക്ഷം, R ശങ്കറിൽ 6 ലക്ഷം, പട്ടം താണുപിള്ളയിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട വേണ്ട. വേണ്ട. പ്ലീസ് മുന്നോട്ട് വരൂ. സ്റ്റെപ്പ് അപ്പ്. നിങ്ങളുടെ രാഷ്ട്രീയ അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കുമോ എന്ന് നമുക്ക് ഇപ്പോഴും നോക്കാം. That's the deciding point. Top or drop? അനിഷേധ്യയുടെയും ഫ്രൻസിയുടെയും രാഷ്ട്രീയ പരീക്ഷണം പാസ്സാവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബിഫോർ ദ ബ്രേക്ക് അനിഷേധ്യയ്ക്കും ഫ്രൻസിക്കും കിട്ടിയ ചോദ്യം ഇതായിരുന്നു: കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻസ് EMS,
ഒന്നും വെച്ചിട്ടില്ല. പി ടി ചാക്കോയിൽ 86 ലക്ഷം, മെജോറിറ്റി എമൗണ്ട് അതിലാണ് ഉള്ളത്. ആർ ശങ്കറിൽ വെറും 6 ലക്ഷം. പട്ടം താണുപിള്ളയിൽ ഒന്നും ഇല്ല. EMS അല്ല, പട്ടം താണുപിള്ള എല്ലാം നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യാത്തത്. ആലോചിച്ചിട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ? നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? PT Chakoil 86 lakhs. R Shankar has 6 lakhs. Top or drop? പൊളിറ്റിക്സിലുള്ള അറിവ് സമ്മതിച്ചിരിക്കുന്നു. പി ടി ചാക്കോ ആണ് കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹം PC തോമസിന്റെ അച്ഛനാണ്, മുൻ കേന്ദ്രമന്ത്രി PC തോമസിന്റെ. അടിമാലിയിൽ ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുമല്ലേ ഫ്രൻസി? അതെ അതെ അതെ. അതെന്ത് സ്ഥാപനമാണെന്ന് എന്റെ അടുത്ത് പറയാമോ? പറയാം. അഡ്മിഷൻ ഗൈഡൻസ് സെന്റർ ആണ്. അഡ്മിഷൻ ഗൈഡൻസ്. ഗൈഡൻസ്. ഓക്കെ. 86 ലക്ഷം സൂക്ഷിച്ചു വെക്കാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ടോ? ദൈവം തരട്ടെ. 5 ചോദ്യങ്ങളും കൂടെ ബാക്കിയുള്ളൂ. കാറ്റഗറീസ് നോക്കാം. അതിനു മുമ്പേ ഗെയിം പൊസിഷൻ. 86 lakhs still in hand. Very huge amount of money. Question number 3 ആണ് അടുത്തത്. In total 5 ചോദ്യങ്ങൾ മാത്രം ഇനി ബാക്കി. Categories for question number 3 are ജില്ലകൾ, കോടതി. ജില്ലകളാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് നോക്കാം. 10, 11, 12 ആൻഡ് 13. ചോദ്യം നോക്കാം. വയനാട് ജില്ല രൂപപ്പെടും മുമ്പ് കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ആൻസർ ഓപ്ഷൻസ് ഇതാണ്. 10, 11, 12, 13. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. ടൈം ഹാസ് ബിഗൺ. 13 ജില്ലകൾ. വയനാട് ജില്ല 50 seconds remaining. വയനാടിന് മുമ്പ് ജില്ല രൂപപ്പെടും മുമ്പ് കേരളത്തിൽ എത്ര ജില്ലകളുണ്ടായിരുന്നു? വയനാടാണ് നീ വെക്കത്. 30 seconds remaining. രണ്ട്. ആൻസർ ഓപ്ഷൻ 10-ൽ 6 lakhs, 11-ൽ 6 ലക്ഷം, 12-ൽ 74 ലക്ഷം, 13-ൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? യെസ് ഓർ നോ? നോ. നോ. ഓക്കെ, ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണ്ട. സോ സ്റ്റെപ്പ് അപ്പ്. വയനാട് ജില്ല രൂപപ്പെടും മുമ്പ് കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ആൻസർ ഓപ്ഷൻ 10-ൽ 6 ലക്ഷം വെച്ചിരിക്കുന്നു, 11-ൽ ഈക്വൽ എമൗണ്ട് അഗൈൻ 6 ലക്ഷം വെച്ചിരിക്കുന്നു, 12 എന്ന ആൻസർ ഓപ്ഷനിലാണ് ഏറ്റവും വലിയ തുക വെച്ചിട്ടുള്ളത് 74 lakhs. അത് ശരിയായേ പറ്റൂ അടുത്ത 4 ചോദ്യങ്ങൾ നേരിടാൻ. 13 എന്ന ആൻസർ ഓപ്ഷനിൽ ആദ്യം തോന്നിയിരുന്നു എന്തെങ്കിലും വെക്കാൻ, പക്ഷെ വെച്ചിട്ടില്ല. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്?
എന്തുകൊണ്ടാണ് തോന്നിയത് 11-ൽ 6 ലക്ഷം വെക്കാൻ? 13 ഏതായാലും അല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. 10-ൽ വെച്ചിരുന്ന 6 ലക്ഷം അത് വെറുതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏതാണ്ട് ഒരു ഊഹമുള്ള ഒരു നമ്പർ അല്ലേ നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് ഏതാണ് ഷുവർ അല്ല. 13 അല്ലാന്ന് മനസ്സിലായി. 6 ലക്ഷം അവിടെ വേസ്റ്റ് ആയി എന്ന് പറയാം. ഇനി ഈ 6 ലക്ഷം അല്ലെങ്കിൽ ഈ 74 ലക്ഷം 11 ആണോ ശരിയായ ഉത്തരം അതോ 12 ആണോ? അടുത്ത ഇനിയും അടുത്ത 4-ാമത്തെ ചോദ്യം മുതൽ 7-ാമത്തെ ചോദ്യം വരെ പോകാനുള്ളതാണ്. ഒന്നുകിൽ 6 ലക്ഷവുമായി അടുത്ത ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ 74 lakhsമായി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ബട്ട് ദി amount between the two is very very big. എന്താ തോന്നുന്നത്? ഇപ്പോഴെന്താ തോന്നുന്നു മനസ്സിൽ? 12 ആണോ? എന്താ മനസ്സിൽ എണ്ണയോ? ഈ ഒരു സമയത്ത് സമയത്ത് എണ്ണയോ? പെട്ടെന്ന് ഒരു പിഴവ് പറ്റിയതാണ് അതിൽ കൊണ്ടുവയ്ക്കാൻ കാരണം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷനും കഴിഞ്ഞിട്ടാണ് ഒന്ന് കൗണ്ട് ചെയ്ത് ശരിയായി വന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് അക്കോർഡിംഗ് ടു യു ദ റൈറ്റ് ആൻസർ? ഇപ്പോഴും 12 ആണ്. ഓക്കെ, 11-ൽ 6 ലക്ഷം, 12-ൽ 74 ലക്ഷം. പ്ലീസ് കം ഫോർവേഡ്. Top or drop? പറഞ്ഞല്ലേ ഫ്രണ്ട്സി, കേരളത്തിലെ 12-ാം ജില്ലയാണ് വയനാട് ജില്ല. 1950-ൽ രൂപീകൃതമായി. 1980-ൽ രൂപീകൃതമായതാണ് 12th ജില്ല ഓഫ് കേരള, which is വയനാട്. ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ? എനിക്കൊരു ഡൗട്ട് വയനാട് ജില്ല രൂപപ്പെടും മുമ്പ് കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴെത്ര ജില്ലയുണ്ട് കേരളത്തിൽ? 14. എത്ര? 14. വയനാടിന് ശേഷം ഏതൊക്കെ ജില്ലകളാണ്? പത്തനംതിട്ട, കാസർഗോഡ്. അപ്പോൾ 11 അല്ലേ കറക്റ്റ്? ചോദ്യത്തിന്റെ ആ മനസ്സിലാക്കുന്നതിന്റെ ആ പകത വെച്ച് പോയത്. സമയം കിട്ടിയിരുന്നല്ലോ. ചേഞ്ച് വേണോ? കുറച്ചും കൂടി ഈക്വലൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടെ തുക ഉണ്ടാവുമായിരുന്നു. 6 ലക്ഷം ഉണ്ട്. ചിരിക്കൂ. 6 ലക്ഷവും വെച്ച് 7-ാം ചോദ്യം വരെ എത്തിക്കാൻ പറ്റും. ഓക്കെ ശരി. 6 ലക്ഷം ഇപ്പോഴ് കയ്യിലുണ്ട്. ബിഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രേക്ഷകർക്കായി വീണ്ടും ആൻസർ ഓപ്ഷൻസ്